കൂട്ടബലാത്സംഗങ്ങൾ, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ വലിയ വേദനയും വലിയ നാണക്കേടും നൽകുന്ന സംഗതികളാണ്. രാജ്യത്തിന് തന്നെ നാണക്കേടാകുന്ന തരത്തിൽ നിരവധി സംഭവങ്ങൾ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. അത്തരത്തിലൊരു സംഗതിയാണ് ഇപ്പോൾ കൊൽക്കത്തയിൽ സംഭവിച്ചിരിക്കുന്നത്. നിയമവിദ്യാർത്ഥികൾ പഠിക്കുന്ന ലോ കോളേജിനുള്ളിൽ ഒരു വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിന് ഇരയായിരിക്കുന്നു. കൊൽക്കത്തയിൽ, അതായത് സൗത്ത് കൊൽക്കത്തയിലെ കസബ ഏരിയയിലെ ലോ കോളേജിലാണ് ഈ സംഭവം ഉണ്ടായത്. കഴിഞ്ഞ 25-ന് രാത്രി 7:30-നും 10:50-നും ഇടയിലുള്ള ആ സമയത്താണ് ഈ പെൺകുട്ടി 24 വയസ്സുകാരിയായ 1-ാം വർഷ നിയമവിദ്യാർത്ഥിനി കൂട്ടമാനഭംഗത്തിന് ഇരയായത്. ഈ കേസിലെ 1-ാം പ്രതി ഈ കോളേജിലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയും തൃണമൂൽ കോൺഗ്രസ് ഛാത്ര പരിഷത്ത്, അതായത് തൃണമൂൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന, അതിൻ്റെ ഈ ലോ കോളേജിലെ മുൻ യൂണിറ്റ് സെക്രട്ടറിയും നിലവിൽ അവിടെ അധ്യാപകൻ ജോലിയും ചെയ്യുന്ന മനോജ് മിശ്ര, 31 വയസ്സുകാരനായ മനോജ് മിശ്രയാണ് ഈ കേസിലെ 1-ാം പ്രതി. സംഭവം നടക്കുന്നത് ഇങ്ങനെയാണ്. 25-ാം തീയതി വൈകിട്ട് ഈ പെൺകുട്ടിയെ, ഈ 1-ാം വർഷ ബിരുദ വിദ്യാർത്ഥിയെ, 1-ാം വർഷ നിയമ വിദ്യാർത്ഥിയെ ഇദ്ദേഹം ലൈംഗിക താല്പര്യത്തോടെ സമീപിക്കുന്നു. ഈ കുട്ടി അതിന് വിസമ്മതം പ്രകടിപ്പിക്കുന്നു. അങ്ങനെ ഈ കുട്ടിയെ പിടിച്ചു വലിച്ച് ഈ കോളേജിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ, അതായത് സെക്യൂരിറ്റി ഗാർഡ്, അയാളുടെ മുറിയിലെത്തിച്ച് ഈ പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തുന്നു. ഈ പെൺകുട്ടി കരഞ്ഞപേക്ഷിക്കുന്നുണ്ട്, കാലിൽ വീണ് അപേക്ഷിക്കുന്നുണ്ട്, എന്നെ വെറുതെ വിടണം, എന്നെ ഉപദ്രവിക്കരുത് എന്ന തരത്തിൽ. പക്ഷേ അത് ഇയാൾ ചെവിക്കൊണ്ടില്ല. ഇയാൾ ഈ പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തി. ഈ പെൺകുട്ടി ഇതിന് വഴങ്ങുന്നതിന് വേണ്ടി ഹോക്കി സ്റ്റിക്ക് ഉപയോഗിച്ചുള്ള മർദ്ദനവും ഇദ്ദേഹം നടത്തി. കൂടാതെ ഈ പീഡന ദൃശ്യങ്ങളുടെ വീഡിയോ സഹിതം ചിത്രീകരിച്ചു. ഈ കേസിൽ 2 പ്രതികൾ കൂടിയുണ്ട്, നേരിട്ട് പങ്കെടുത്ത 2 പ്രതികൾ കൂടിയുണ്ട്. ഈ 2 പ്രതികൾ ഈ കുട്ടിയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തില്ല എന്നത് മാത്രമാണ് ഏക പ്രത്യേകത. പക്ഷേ ഇവർ ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തു. കാര്യം, ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ 2 പേർ ഈ സെക്യൂരിറ്റി ഗാർഡിൻ്റെ ആ മുറിക്ക് കാവലായി നിന്നു എന്നുള്ളതാണ്. ഈ ദൃശ്യങ്ങൾ, ഈ നടക്കുന്ന സംഭവങ്ങൾക്കെല്ലാം ഇവർ സാക്ഷികളാണ്. ഇവരുടെ കാവലിലാണ് ഈ മനോജ് മിശ്ര എന്ന് പറയുന്ന ഈ 31-കാരൻ ഈ കൃത്യം നിർവഹിച്ചത്. അപ്പോൾ ആ 2 കൂട്ടുപ്രതികളും അവരും 1-ാം വർഷ നിയമ വിദ്യാർത്ഥികളാണ്. അതിലൊരാളുടെ പേര് സായിബ് അഹമ്മദ്, മറ്റൊരാളുടെ പേര് പ്രമീത് മുഖർജി. ഈ സായിബ് മുഹമ്മദ് ഒരു 19 വയസ്സുകാരനും പ്രമീത് മുഖർജി ഒരു 20 വയസ്സുകാരനുമാണ്. അപ്പോൾ ഇപ്പോൾ പുതിയതുണ്ടായിരിക്കുന്ന ഒരു ഡെവലപ്മെൻറ്റ്, ഇതിൽ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥനെ കൂടി പ്രതി ചേർത്ത 4-ാം പ്രതിയായി ഈ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഈ സമയം പോയി ഈ ലോ കോളേജിൻ്റെ മുഖ്യ കവാടം അടയ്ക്കുകയും ഒരു നിസ്സഹായ ഭാവത്തിൽ ഈ പറയുന്ന ഈ സംഭവം നടക്കുന്ന ഈ സെക്യൂരിറ്റി ഗാർഡിൻ്റെ ആ മുറിക്ക് മുന്നിലായി ഇദ്ദേഹവും ഉണ്ടായിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത്. അതായത് ഈ പറയുന്ന പെൺകുട്ടിക്ക് ഒരു കാമുകനുണ്ട്. അപ്പോൾ ഈ കാമുകനെ കൊലപ്പെടുത്തുമെന്ന് ഈ മനോജ് മിശ്ര ഭീഷണിപ്പെടുത്തി എന്നാണ് കുട്ടിയുടെ മൊഴി. അതായത് വലിയ രീതിയിലുള്ളൊരു പീഡനം നടന്നു. അതിനുശേഷം ഈ കുട്ടി വളരെ അവശ നിലയിലായി എന്നാണ് പറയുന്നത്. അതിനുശേഷം ഈ പെൺകുട്ടി തന്നെ ആശുപത്രിയിലാക്കണമെന്ന് ഈ പ്രതികളോട് അഭ്യർത്ഥിച്ചു. എന്നാൽ അവരത് നിരസിക്കുകയും ഈ കുട്ടിയെ അവിടെ ഉപേക്ഷിച്ചു പോവുകയും ചെയ്തു. പിന്നീട് ഈ കുട്ടി തൻ്റെ മാതാപിതാക്കളെ കണ്ട് നടന്ന കാര്യങ്ങൾ വിശദീകരിച്ചു. അങ്ങനെ അടുത്ത ദിവസം 25-ാം തീയതി രാത്രി 10:50-നാണ് ഈ കുട്ടി ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. അതായത് 7:30 മുതൽ 10:50 വരെയുള്ള സമയം. അടുത്ത ദിവസം രാവിലെ ഈ കുട്ടി, അതായത് ഈ 24 വയസ്സുള്ള ഈ നിയമ വിദ്യാർത്ഥിനി മാതാപിതാക്കൾക്കൊപ്പം പോലീസിൽ തൻ്റെ പരാതി ബോധിപ്പിക്കുകയും അങ്ങനെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം നടത്തുകയുമായിരുന്നു. അങ്ങനെ ആ അന്വേഷണത്തിലൊടുവിൽ പ്രഥമ ദൃഷ്ട്യാ പോലീസിന് ഈ കേസിൽ കഴമ്പുണ്ട് എന്ന കാര്യം മനസ്സിലാകുകയും ഈ 3 പ്രതികളെയും ആദ്യ ഘട്ടത്തിൽ തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. വൈദ്യപരിശോധന അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി കേസ് നടപടികൾ പുരോഗമിക്കുകയാണ്. ഈ 4 പ്രതികളും ഇതിനോടകം 3 പ്രതികളെയും 4 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുമുണ്ട്. നേരത്തെ പറഞ്ഞ സെക്യൂരിറ്റി ഗാർഡിൻ്റെ അറസ്റ്റ് ഇന്നാണ് ഉണ്ടായിരിക്കുന്നത്. അയാളെയും ഈ കേസിൽ പെടുത്തിയിട്ടുണ്ട്. അയാളും ഈ തുടർന്നുള്ള നിയമ നടപടികൾക്ക് വിധേയമാവും. നിലവിൽ കേസിൻ്റെ അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ബാഹ്യ ഇടപെടൽ ഇല്ല. ഈ 3 പേരും ചേർന്നാണ്
നേരിട്ട് ഈ കൃത്യം നടത്തിയത് എന്നാണ് പോലീസിൻ്റെ അനുമാനം. ഈ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും അതിനുള്ള ഒത്താശ ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് വലിയൊരു രാഷ്ട്രീയ പ്രശ്നമായി ഇപ്പോൾ കൊൽക്കത്തയിൽ, ബംഗാളിൽ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. കാര്യം ഈ കൃത്യം നിർവഹിച്ചത് ഒരു തൃണമൂൽ കോൺഗ്രസിൻ്റെ അവിടുത്തെ ഒരു നേതാവാണ്, അല്ലെങ്കിൽ പഴയ വിദ്യാർത്ഥി നേതാവ്. ഇപ്പം 31 വയസ്സായി, പഠനമെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൻ്റെ തന്നെ നേതാവാണ്. അപ്പോൾ ഈ തരത്തിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇരുന്ന ഒരാൾ ചെയ്ത ഒരു കൃത്യമെന്ന നിലയിൽ വലിയ രാഷ്ട്രീയ കോലാഹലമായി മാറിയിട്ടുണ്ട് ബംഗാളിൽ. കാരണം തൃണമൂൽ കോൺഗ്രസ് ആണ് അവിടെ ഇപ്പോൾ ഭരിക്കുന്നത്. ഇപ്പോൾ ഒരു ഭരണകക്ഷിയുടെ ആളെന്ന നിലയിൽ ഇത്തരത്തിലൊരു ഹീനകൃത്യം ചെയ്തത് സംബന്ധിച്ച് വലിയ രീതിയിലുള്ളൊരു രാഷ്ട്രീയ പ്രതിഷേധം തന്നെ അവിടെ അരങ്ങേറുന്നു. എന്നാൽ ചില വിചിത്രമായ പ്രതികരണങ്ങളും ഇതിൽ വന്നിട്ടുണ്ട്. അത് തൃണമൂൽ കോൺഗ്രസിൻ്റെ തന്നെ ഒരു MP ഭാഗത്തു നിന്നാണ്. ശ്രീരാംപൂർ എന്ന് പറയുന്ന സ്ഥലത്തെ MP, അദ്ദേഹത്തിൻ്റെ പേര് കല്യാൺ ബാനർജി എന്നാണ്. അദ്ദേഹം നടത്തിയ വിചിത്ര പ്രസ്താവന, ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ ബലാത്സംഗം ചെയ്യുന്നു അല്ലെങ്കിൽ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നു, അതും ഒരു വിദ്യാലയത്തിനുള്ളിൽ വെച്ച് നടക്കുന്ന സംഗതി. അവിടെ എങ്ങനെയാണ് പോലീസ് കാവൽ നിൽക്കുക? ഒരു പെൺകുട്ടി തന്നെ ആ പെൺകുട്ടി തന്നെ ഇത്തരത്തിൽ ഹീനകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം പുരുഷന്മാർക്കെതിരെ ആ പെൺകുട്ടി തന്നെയാണ് നടപടി എടുക്കേണ്ടത് എന്നുള്ള തരത്തിലാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു മുതിർന്ന നേതാവ് കൂടിയായ ശ്രീരാംപൂർ MP കല്യാൺ ബാനർജി പ്രതികരിച്ചത്. നോക്കൂ, ഇത്ര വലിയൊരു ഹീനകൃത്യം ചെയ്തിട്ട് ഈ തരത്തിൽ ഉള്ള ഒരു ന്യായവാദം ഉന്നയിക്കാൻ എങ്ങനെ മനസ്സ് വന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഏതായാലും BJP, അവിടെ ഇപ്പോൾ മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള BJP, അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണമടക്കം വലിയ പ്രതിഷേധങ്ങൾക്ക് വഴി തുറന്നിട്ടുണ്ട്. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ കോലാഹലം ഇതുമായി ബന്ധപ്പെട്ട് ബംഗാളിൽ ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ രാജ്യത്ത് നിരവധി ഇത്തരത്തിലുള്ള ലൈംഗിക പീഡന കേസുകൾ, ബലാത്സംഗങ്ങൾ, കൂട്ടബലാത്സംഗങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ചർച്ചകളും മറ്റും വന്നിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള മുൻകരുതലുകൾ വേണം. അത്തരത്തിൽ സ്ത്രീകളെ ബോധവൽക്കരിക്കണം, സമൂഹം ഉണരണം എന്ന തരത്തിൽ വലിയ ആഹ്വാനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ നോക്കുക, ഒരു നിയമ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസിനുള്ളിലാണ് ഒരു മുൻ നിയമ വിദ്യാർത്ഥിയും നിലവിൽ അഭിഭാഷകനായി ജോലി ചെയ്യുന്ന ഒരാളും കൂടിയായ, അല്ലെങ്കിൽ ഇപ്പോഴുള്ള വിദ്യാർത്ഥികൾക്ക് പാഠഭാഗങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരാളും കൂടിയായ ഒരു 31 വയസ്സുകാരൻ, അയാൾ ഇത്തരത്തിലൊരു ഹീനകൃത്യം ചെയ്യുന്നത്. അതിന് ഒത്താശ ചെയ്യാൻ ഈ പെൺകുട്ടിയുടെ തന്നെ സഹപാഠികളായ 2 പേർ കാവൽ നിന്നു എന്നുള്ളത് വളരെ വളരെ നാണം കെട്ട, വളരെ നാണിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. ഡൽഹിയിൽ മുമ്പുണ്ടായ ഒരു ബലാത്സംഗ കേസ്, അത് നമ്മുടെ രാജ്യത്തിന് വലിയൊരു കളങ്കമായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ പോലും ഇന്ത്യയെ മോശം രീതിയിൽ ചിത്രീകരിക്കുന്ന തരത്തിൽ ഇത്തരത്തിൽ ആ സംഭവം കാരണമായിരുന്നു. സമാനമായൊരു സാഹചര്യമാണ് ബംഗാളിൽ ഉണ്ടായത്, കൊൽക്കത്തയിൽ ഉണ്ടായത്. ഏതായാലും കേസിലിപ്പോൾ 4 പേർ പിടിയിലായിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. തെളിവുകൾ ശേഖരിച്ചു കഴിഞ്ഞു. ആ പെൺകുട്ടിക്ക് എത്രയും വേഗം നീതി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം.